എല്ലാവർക്കും നമസ്കാരം. വിജയ് യൂട്യൂബ് ചാനലിൻ്റെ നാളെ പാചകം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പച്ചക്കപ്പ കൊണ്ട് പുഴുക്ക്. പച്ചക്കപ്പ കൊണ്ട് പുഴുക്ക് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ പ്രത്യേകിച്ച് എന്താണ് ഇതിനെ ഉണ്ടാക്കി കാണിക്കാമെന്ന് ചിലർക്ക് തോന്നാം. പക്ഷേ അവിടെയാണ് ഇതിനകത്തൊരു ട്രിക്കുണ്ട്. ഇതിന് ടേസ്റ്റ് കിട്ടാനുള്ളൊരു ട്രിക്ക്. ആ ട്രിക്കാണ് ഞാൻ പ്രയോഗിക്കുന്നത്. ആ ട്രിക്ക് പ്രയോഗിച്ചാണ് പുഴുക്കുണ്ടാക്കുന്നത്. പക്ഷേ ആ ട്രിക്ക് ഞാൻ അവസാനം ഉൾപ്പെടുത്തുള്ളൂ. അതൊരു സസ്പെൻസ് ആയിട്ടോടെ നിലനിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കപ്പ എടുത്താൽ അത് ശരിക്കൊന്ന് കഴുകണം. ആദ്യം ഇത് ശരിക്കും കഴുകി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കടന്നൊക്കെ വാങ്ങുമ്പോൾ ശരിക്കും കഴുകിയതിന് ശേഷം മാത്രമേ പൊളിക്കാവൂ. അപ്പോൾ ഇതാ കഴുകി എല്ലാം വെച്ച് വൃത്തിയാക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. വൃത്തിയായിട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ കപ്പ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതൊക്കെ കഴുകിയെടുക്കാം. ഇത് കപ്പ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ഇതാ കപ്പ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പാകനൊന്ന് കഴുകിയെടുക്കണം. ഇതാ കഴുകിയെടുത്ത കപ്പയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. കപ്പ അടുപ്പ് വെന്തോട്ടുണ്ട്. നമുക്ക് ഇനി അത് ചേർക്കേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം. അതിന് തേങ്ങയുണ്ട്, കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾ, കാന്താരി മുളക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കപ്പ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ഒന്ന് എടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടെ കൂടെ നമുക്ക് ഇടാം. ഇനി നമുക്കിതിനൊന്ന് അടിയിലേക്കാക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീ കൊടുത്തിട്ട് ഇനി നമുക്ക് ശരിക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ചൂട് കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കപ്പപ്പുഴുക്കിന് ടേസ്റ്റ് കിട്ടാൻ ഒരു ട്രിക്കോടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു സസ്പെൻസ് ആയിട്ട് നിലനിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ സസ്പെൻസ് ഇതാ ഇവിടെ ഒഴിക്കാൻ പോവാണ്. ഇതാണ് സസ്പെൻസ്. തേക്കില. ഈ തേക്കിലേക്കാണ് ഇങ്ങനെ വെക്കുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ തേക്കില അതിനകത്തേക്ക് നമ്മൾ ഈ കപ്പപ്പുഴുക്ക് ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ വിളമ്പി വെക്കുക. എന്നിട്ട് ഇത് 4 വശത്തും അങ്ങോട്ട് കെട്ടണം. ഇങ്ങനെ കെട്ടണം. എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു വാഴയുടെ നാരെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെക്കുക. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ കപ്പപ്പുഴുക്ക് തേക്കിലേന്ന് ഒന്ന് പൊതിഞ്ഞ് ഇതൊന്ന് അഴിച്ചെടുക്കാം. എന്താ സ്മെല്ലെന്നറിയോ? ഭയങ്കരമായ മാദകമായ ഒരു മണമാണ്. ആ മണം വന്നാൽ മതി നമുക്ക് വയറിനറിയാൻ. ഇതിന് കഴിച്ചു നോക്കണം. പണ്ടൊക്കെ ഈ മത്സ്യമാംസാദികൾ തേക്കിലയ്ക്കകത്ത് പൊതിഞ്ഞാണ് നമുക്ക് തരാറുള്ളത്. അത് അരമണിക്കൂർ അതിന് ശേഷം വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം പിന്നെ അത് കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാലാണ് തേക്കില. ഈ തേക്കിലയ്ക്കകത്ത് കപ്പ പുഴുങ്ങി പൊതിഞ്ഞ് അരമണിക്കൂർ വെച്ചിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. കിഡിലൻ സാധനമാണ്. ശേഷം ഒന്ന് കഴിച്ചു നോക്കട്ടെ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കിഡിലൻ. ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് തരൂ. പിന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വിജയ്.